ഇന്ത്യൻ ത്രീയുടെ റിലീസ് വീണ്ടും വൈകും. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ ലൈക്ക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. തമിഴ് സിനിമാ പ്രേമികൾക്കിടയിൽ കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള സിനിമയാണ് ഇന്ത്യൻ. കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ 1996-ൽ പുറത്തിറങ്ങിയ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റാവുകയും നിരവധി അവാർഡുകൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. 38 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ്റെ രണ്ടാം ഭാഗത്തിനായി ശങ്കറും കമൽഹാസനും കൈകോർത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. 2024 ഏറ്റവും മോശം ചിത്രങ്ങളിലൊന്നായി മാറിയ ഇന്ത്യൻ ടു സാമ്പത്തിക പരാജയമായും നഷ്ടം നേരിട്ടു. 250 കോടി ബജറ്റിലിറങ്ങിയ ചിത്രം വെറും 160 കോടി മാത്രമാണ് സ്വന്തമാക്കിയത്. മൂന്നാം ഭാഗത്തിനുള്ള ലീഡ് നൽകിയിട്ടാണ് ചിത്രം അവസാനിച്ചത്. 2025-ൽ ഇന്ത്യൻ ടു പുറത്തിറങ്ങുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ അറിയിച്ചത്. എന്നാൽ രണ്ടാം ഭാഗം വൻ പരാജയമായതിനാൽ മൂന്നാം ഭാഗം നേരിട്ട് OTT-യിൽ റിലീസ് ചെയ്യുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ടൂവിന് ശേഷം ശങ്കറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഗെയിം ചേഞ്ചറും ബോക്സ് ഓഫീസിൽ പരാജയം രുചിച്ചു. ഇപ്പോഴിതാ ഇന്ത്യൻ ത്രീ ഈ വർഷവും പുറത്തിറങ്ങിയേക്കില്ല എന്നുള്ള റൂമറുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ ടു ഉൾപ്പെടെ തുടർച്ചയായി 3 പരാജയ ചിത്രങ്ങൾ ഒരുക്കിയ ലൈക ഇനിയൊരു പരീക്ഷണത്തിന് മുതിരാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കമൽഹാസന്റെ ഏറ്റവും പുതിയ ചിത്രമായ തഗ് ലൈഫ് റിലീസിനെത്തിയതിന് ശേഷമായിരിക്കും ഇന്ത്യൻ ത്രീ പുറത്തെത്തിയേക്കുകയെന്ന് അഭ്യൂഹങ്ങൾ. ഇന്ത്യൻ ടൂവിൻ്റെ കാര്യത്തിലും ഇതേ പ്രതിസന്ധി നേരിട്ടിരുന്നു. കോവിഡും കമൽഹാസന്റെ രാഷ്ട്രീയ പ്രവേശനവും കാരണം ഇന്ത്യൻ ടൂവിൻ്റെ ഷൂട്ട് പലപ്പോഴായി മുടങ്ങിയിരുന്നു. ചിത്രത്തിൻ്റെ സെറ്റിൽ നടന്ന അപകടത്തിൽ ഒരു യൂണിറ്റ് അംഗം മരണപ്പെട്ടതോടെ ചിത്രം ഉപേക്ഷിക്കാൻ വരെ അണിയറ പ്രവർത്തകർ ആലോചിച്ചിരുന്നു. ലോകേഷ് കനകരാജ് കമൽഹാസനെ നായകനാക്കി ഒരുക്കിയ വിക്രം ഇൻഡസ്ട്രി ഹിറ്റായതിന് പിന്നാലെയാണ് ഇന്ത്യൻ ടൂവിൻ്റെ ഷൂട്ട് പുനരാരംഭിച്ചത്. വീണ്ടും 3 ഭാഗങ്ങളുടെ ഷൂട്ടിംഗ് ഒരുമിച്ച് അവസാനിച്ചിരുന്നു. എന്നാൽ മൂന്നാം ഭാഗത്തിൻ്റെ VFX വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തഗ് ലൈഫ് വൻ വിജയമായാൽ ഇന്ത്യൻ ത്രീ വെളിച്ചം കാണുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ത്രീക്ക് ശേഷം വിജയുടെ മകൻ ജോൺസൺ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടി നിർമ്മിച്ച ശേഷം ലൈക്ക സിനിമ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നും റൂമറുകളുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.